ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പാൽപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ച് ഇതിലോട്ട് 2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പ് തേങ്ങ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ലഭിക്കും. അതാണ് ഇപ്പോൾ കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി പുട്ടുപൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇതുപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും പുട്ടുപൊടിയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുട്ടുപൊടി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ ഗീ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് പുട്ടുകുറ്റിയിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പുട്ട് ഇപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഓരോ പുട്ടും നമുക്ക് ബാലൻസ് പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പാൽപ്പുട്ടെല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്